Hi all, welcome back to Mommy's Gusto. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയി തന്നെ നമുക്കെല്ലാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സാൻഡ്വിച്ച് ഫില്ലിങ്ങിനായി ഞാൻ അല്പം വ്യത്യസ്തമായ ഒരു എഗ് ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ ബട്ടർ എന്നിവ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞത്, 1 വലിയ പൊട്ടറ്റോ പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് എന്നിവ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഞാൻ ഈ എണ്ണയിലേക്ക് ചേർക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അതുപോലെ അല്പം മഞ്ഞൾപ്പൊടിയോട് ചേർക്കാം. നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിച്ച ശേഷം ഈ പൊട്ടാറ്റോയും സവാളയും ഒക്കെ വേകുന്നത് വരെ ഇതൊന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യാം. പൊട്ടാറ്റോ ഒക്കെ വരണ്ട് വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ ഇടയിൽ 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി നോക്കിയിരുന്നു. ഏകദേശം വന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പെപ്പർ, നന്നായി ഒന്ന് യോജിപ്പിക്കാം. അതേപോലെ തന്നെ പിന്നെ ഞാനൊരു കാര്യം ചേർക്കുന്നത് ഓപ്ഷണലാണ്, ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത്ര മസാല തന്നെയേ ഉള്ളൂ, അധികം മസാലയൊന്നുമില്ല. ഇനി ഇതൊന്ന് ഓഫ് ചെയ്യാം. ഒരു ബൗളിലേക്ക് 3 മുട്ട ചേർത്ത് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കാം. എഗ്ഗ് നന്നായി പതപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പൊട്ടാറ്റോയുടെ കൂട്ടൊഴിച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു ഫ്രൈ പാൻ ചൂടാക്കി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഒഴിച്ച് എല്ലായിടത്തൊന്ന് ചുറ്റിച്ച് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് എഗ്ഗിൻ്റെ കൂട്ടൊഴിച്ച് 1 സ്പൂൺ ഉപയോഗിച്ച് എല്ലായിടത്തും ഒരേപോലെ പരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ഒരു ക്യാപ്സിക്കം കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് ഇതേപോലെ വെച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
കൈപ്പോള ഒക്കെ ചെയ്യുന്ന പോലെ ഇതൊന്ന് ഞാൻ നേരത്തെ മസാല ചെയ്ത ആ കടായി വെച്ചിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. അടിഭാഗം കണ്ടില്ലേ, നന്നായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു 2 മിനിറ്റ് കൂടെ വെച്ച് മുകൾ ഭാഗം കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ കഴിക്കാം. ഇത് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. നമ്മുടെ കൈപ്പോള അതേപോലെ ഇറാനി പോളയൊക്കെ പോലെ തന്നെ ഇതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിത് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു സാൻഡ്വിച്ച് മേക്കറിലാണ് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. അത് സാധാ പാനിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഈ സാൻഡ്വിച്ച് മേക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് ഒന്ന് അസംബ്ലിങ് ചെയ്യാം. അതിനായി 2 പീസ് ബ്രെഡ് സ്ലൈസിലേക്ക് ഇതിൽ നിന്ന് ഇതേപോലെ ചതുര കഷ്ണങ്ങളായി വെട്ടിയെടുത്ത് ഇതും വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ അല്പം ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മോസറല്ല ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത് ചീസിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാണ് ഒന്നുകൂടെ ബെറ്റർ. എൻ്റെ അടുത്ത് അവൈലബിൾ അല്ലാത്തത് കാരണം ഞാൻ ഇപ്പോൾ മോസറല്ല ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും ഓരോ സ്ലൈസ് ബ്രെഡ് കൂടെ വെച്ച് ഒന്ന് അമർത്തി ഇത് ഈ സാൻഡ്വിച്ച് മേക്കറിലോട്ട് വെക്കാം. അങ്ങനെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി മൊരിഞ്ഞ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കി സാൻഡ്വിച്ച് ഇവിടെ തയ്യാറാക്കാം. എന്നിട്ടൊന്ന് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ സാൻഡ്വിച്ചുകളെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഈ സാൻഡ്വിച്ച് റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ അല്ലേ? സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്